പച്ചമാങ്ങ കേടാവാതെ മുഴുവനോടെ തന്നെ ഫ്രീസറിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് അടുത്ത മാങ്ങക്കാലം വരെ സൂക്ഷിക്കാം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ അതാണ് മക്കളെ. പച്ചമാങ്ങ എങ്ങനെയാണ് കേടാവാതെ മുഴുവനോടെ തന്നെ മുറിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അടുത്ത മാങ്ങക്കാലം വരെ സൂക്ഷിക്കാൻ നോക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട കേട്ടോ. ഇപ്പം മാങ്ങക്കാലല്ലേ, ഇതാ മാങ്ങ മുഴുവൻ കിളികളും അണ്ണാനും എല്ലാം തിന്ന് ഇതുപോലെ നശിപ്പിച്ച് പോണതിൻ്റെ മുന്നേ ചെയ്യും. ഇതാ ഞാൻ കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് വെറുതെ വെള്ളത്തിൽ നിന്ന് കഴുകി വെച്ചതാണ്, എന്നിട്ട് അതിൻ്റെ നനവൊക്കെ ഒന്ന് പോക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഒരു വർഷം കേടാവാണ്ട് എങ്ങനെ തന്നെ സൂക്ഷിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇതുവരെ എന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുന്നോട്ട് എത്തിയത്. അതിന് നിങ്ങളോട് എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് നോക്കാം. ഇതാ മാങ്ങ നമ്മളെടുത്ത് ആദ്യം തന്നെ അതിൻ്റെ കണ്ണി ഒന്ന് ചെത്തിപ്പോക്കണം. പക്ഷെ മാങ്ങേൻ്റെ തോടിനൊന്നും പറ്റരുത് കേട്ടോ. മാങ്ങയ്ക്കൊന്നും പറ്റാതെ പതുക്കനെ അതിൻ്റെ കണ്ണി മാത്രം ഒന്ന് ചെത്തിപ്പോക്കുക. അങ്ങനെ എല്ലാ മാങ്ങയും ഒന്ന് കണ്ണി മാത്രം ചെത്തിപ്പോക്കണം. ഇതാ വളരെ സൂക്ഷ്മമായി ചെയ്യണം കേട്ടോ. ചിലത് ഞാൻ കണ്ണിയോടെ തന്നെ വെച്ചിട്ടുണ്ട്, കണ്ണിയോടെ വെച്ചിട്ടും കേട് വന്നില്ല, കണ്ണി വെക്കാതെയും കേട് വന്നിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി നമ്മൾ കണ്ണിയൊക്കെ ഒന്ന് പോക്കുകയാണെങ്കിൽ അത്രയും ആ ഏരിയയിലുള്ള ഇതെല്ലാം പോകുമല്ലോ. ഇതിപ്പോൾ കറുപ്പ് നിറം കണ്ടോ മാങ്ങയ്ക്ക്, അതൊരു ജാതി ഫംഗസ് പോലത്തെയാണ്. അപ്പോൾ അതെല്ലാം പോക്കി വെക്കണം. ഇതുപോലെ കേട് വന്ന മാങ്ങയൊന്നും വെക്കരുത് കേട്ടോ. അത് വെച്ചാൽ നമ്മളെ ബാക്കി മാങ്ങയും കൂടി കേട് വന്നു പോകും. അപ്പോൾ ഇതാ മാങ്ങ. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, ഇതാണ് ഇതിലെ പ്രധാനം കേട്ടോ. അപ്പം മാങ്ങ എടുത്ത് നമ്മൾ ഇതൊരു പാത്രം എടുക്കുക, ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതാ പഞ്ചസാര ഒരു 1.5 ടീസ്പൂൺ പോലെ പഞ്ചസാര എടുത്താൽ മതി കേട്ടോ. പഞ്ചസാരയിലേക്ക് നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? എല്ലാവരും വീട്ടിലും ഉണ്ടാവുമായിരിക്കും, വിനാഗിരി എന്നറിയും, അതായത് സുർക്ക എന്നൊക്കെ പറയില്ലേ, അത്. അപ്പം ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര എടുത്തത്, അതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇരട്ടി സുർക്ക എടുക്കുക. പഞ്ചസാരേൻ്റെ ഇരട്ടി സുർക്ക, അപ്പം 3 ടീസ്പൂൺ സുർക്ക എടുത്തു. വെള്ളം ചേർക്കരുത് കേട്ടോ, ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിൽ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ പഞ്ചസാര ഇതിൽ ഡിസോൾവ് ആകണം, സുർക്കയിൽ പഞ്ചസാര നല്ലോണം അലിഞ്ഞ് ചേരണം. ആ രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോരോ മാങ്ങ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഈ സൊല്യൂഷൻ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. പഞ്ചസാര സുർക്ക സൊല്യൂഷൻ ഒഴിച്ച് നല്ല പോലെ അതിൻ്റെ മേലെ എല്ലാം സ്പ്രെഡ് ചെയ്യണം. എല്ലാം ഇപ്പം മാങ്ങയ്ക്ക് ഒരു കറുപ്പ് നിറമൊക്കെ കാണുന്നില്ലേ നിങ്ങൾ, അതൊക്കെ പോവുക കേട്ടോ. അതൊക്കെ പോയാൽ തന്നെ പകുതി സമാധാനം. ചില മാങ്ങയ്ക്ക് അങ്ങനെയാണ്, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഇങ്ങനെ നിറയെ വരും, ഒരു പൂപ്പൽ പോലെ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ണീൻ്റെ അടുത്തൊക്കെ പ്രത്യേകം തേച്ച് കഴുകണം. അതിനാണ് ഞാൻ കണ്ണി ചെത്തിപ്പോക്കാൻ പറഞ്ഞത്. അവിടെയൊക്കെ ഉള്ളത് അത് ചെത്തിയാൽ കുറച്ചുകൂടി ക്ലീൻ ആവില്ല. അങ്ങനെ മുഴുവനോടെ മാങ്ങേൻ്റെ മേലെ, എല്ലാ മാങ്ങേൻ്റെ മേലെയും പുരട്ടി വെക്കുക. നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, അതിൽ മുക്കി വെക്കൊന്നും വേണ്ട. നമ്മൾ അതുകൊണ്ട് ഇത് തൊട്ടിട്ട് അത്രയല്ലേ ഞാൻ എടുത്തുള്ളൂ, 3 ടീസ്പൂൺ വിനാഗിരി. അപ്പോൾ അത് എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് പുരട്ടണം കേട്ടോ. കൈവച്ച് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ മാങ്ങേൻ്റെ മേലെയും തേച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇതിൽ സൊല്യൂഷനൊന്നും ബാക്കിയില്ല. ബാക്കിയുണ്ടെങ്കിൽ അത് വടിച്ച് ഏതെങ്കിലും മാങ്ങേൻ്റെ മേലെ അങ്ങ് പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതൊരു 5 മിനിറ്റ്, അധിക സമയം വേണ്ട കേട്ടോ, 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ എടുത്തിട്ട് നല്ലൊരു തുണി എടുത്തിട്ട്, കോട്ടൺ ക്ലോത്ത് അയക്കണേ, നല്ലോണം ഉരച്ച് തുടച്ച് പോക്കണം. ആ കറുപ്പൊക്കെ കുറേ പോകും കേട്ടോ. നല്ലോണം അതുപോലെ മാങ്ങേൻ്റെ മേലെല്ലാം നല്ലോണം തുടച്ച്, ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ഈ കറുപ്പൊക്കെ കുറേ പോയി കിട്ടും കേട്ടോ. നല്ലോണം തുടയ്ക്കണേ. അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ, കിളിയൊക്കെ തിന്നതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ വേഗം ചെയ്ത് വെച്ചോളി കേട്ടോ, ഒന്നും ആവില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇടുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടോട്ടെ, ചെയ്തോട്ടെ. നമ്മൾ എത്ര വെച്ചിട്ടാണ് മുറിച്ചൊക്കെ ഫ്രീസറിലൊക്കെ വെക്കുക. ഫ്രീസറിൽ മുറിച്ച് വെച്ചാലും കേടുവരില്ല കേട്ടോ. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവനോടെ നമുക്ക് അന്നേരം എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇത് നമ്മൾ പഴുപ്പിക്കണമെങ്കിൽ കുറച്ച് മുന്നേ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് എന്താ പറയുക,
ടിഷ്യൂ പേപ്പർ. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറിൽ എന്തെങ്കിലും പേപ്പർ എടുത്താൽ മതി കേട്ടോ. പക്ഷേ ന്യൂസ് പേപ്പർ ആകുമ്പോൾ എന്താ പറയുക, അതിൻ്റെ പ്രിൻറ്റിങ് മഷി ഉണ്ടല്ലോ, ലിങ്ക്, അത് കുറച്ച് പോയ്സണസ് ആണെന്ന് കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ അവോയ്ഡ് ചെയ്തത്. ഇപ്പോൾ ഇതാ ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ അതിൽ വെച്ച് മാങ്ങ നല്ലോണം കവർ ചെയ്യണം. മാങ്ങേൻ്റെ എല്ലാ ഭാഗവും എല്ലാ പാർട്സും കവർ ചെയ്യണം കേട്ടോ. പുറമേക്ക് കാണാൻ പാടില്ല. അതായത് മാങ്ങേൻ്റെ തൊലി മുഴുവൻ കവർ ചെയ്തിട്ട് നമ്മൾ പൊതിയണം. എല്ലാ ഭാഗവും നല്ലപോലെ കവറായിട്ട് വേണ്ട ഇതുപോലെ പൊതിഞ്ഞ് വെക്കുക. എല്ലാ മാങ്ങയും ഇതുപോലെ പൊതിഞ്ഞെടുക്കണം കേട്ടോ. കവർ പേപ്പർ കീറി പോവാതെ നോക്കണം കേട്ടോ. നമ്മൾ പൊതിയുമ്പോൾ വളരെ സൂക്ഷ്മമായി വെക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു ഭാഗത്തുനിന്ന് കടലാസ് എടുത്ത് മേലെ വെച്ച് അതുപോലെ ഇപ്പുറത്തെ കടലാസും വെക്കുക. അപ്പോൾ അവിടെ 2 ലെയറിൽ കവറിങ് ആയല്ലോ. ഇനി നമ്മൾ കവർ ചെയ്യുമ്പോൾ തിരിച്ച് എതിർവശത്ത് അവിടെ ഒറ്റ ലെയറേ ഉള്ളൂ, അവിടേക്ക് ഇത് കവർ ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തും കുറച്ച് കട്ടിയിൽ കവറിങ് കിട്ടി. അങ്ങനെ എല്ലാം മാങ്ങിയതാ ചെയ്തെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് മറന്നു പോയി എന്ന് വരും. നിങ്ങൾ ഓരോ ലൈക്കുമാണ് എന്നെ മുന്നോട്ട് പോവാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ലൈക്കിനും കമൻറ്റിനും എല്ലാറ്റിനും വളരെ വിലയുണ്ട് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാം ഇതുപോലെ പൊതിഞ്ഞ് ഒന്ന് ടെക്ക് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ ഇതാ മാങ്ങ മുഴുവൻ ചെയ്തെടുത്തു. ഇനി നമ്മളിതാ ഞാൻ ബാക്കി ടിഷ്യൂ പേപ്പർ ഉണ്ട്, അത് ഇതുപോലെ മാറ്റി വെക്കാം. നമുക്ക് ഇനിയും ഒരുപാട് ഉപയോഗമുള്ള സാധനം ഇത്. ഇനി നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കൂലേ, അടിയിലുള്ള 2 തട്ടുണ്ട് ഞങ്ങൾക്ക്, അതിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. മാങ്ങ വീണ മാങ്ങയൊന്നും ഇതിനെടുക്കരുത് കേട്ടോ. കേടുള്ള മാങ്ങ, വീണ മാങ്ങ ഒന്നും പാടില്ല. നല്ല വൃത്തിക്ക് പറിച്ച മാങ്ങ അയക്കണം. വീണ മാങ്ങയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കെട്ടുപോകും കേട്ടോ. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ കറണ്ട് കുറേ ദിവസം കട്ടാണെങ്കിലും കേടുവരുമേ. ഇപ്പം ഞാനിതാ ഫുള്ള് അതിൽ വെച്ചു. ഇനി ഞാനിതാ ഇതൊരു 2-3 മാസം മുന്നേ, 2 മാസം മുന്നേ വെച്ച മാങ്ങയാണ്. നമുക്കൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണെന്ന്. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞാൻ പേപ്പർ മാറ്റി കൊടുത്തു കേട്ടോ. പേപ്പറൊക്കെ നനവ് വരുമ്പോൾ നമ്മൾ പേപ്പർ മാറ്റി കൊടുക്കണം. കുറേ വെക്കുമ്പോൾ പേപ്പർ ഇതിലെ വെള്ളം ഒക്കെ വലിച്ചെടുത്ത് പേപ്പറിനൊരു നനവ് വരും. അങ്ങനെ നനവ് വന്നാൽ പിന്നെ മാങ്ങ കേടുവന്നു കേട്ടോ. അപ്പം ഞാൻ പേപ്പർ മാറ്റി കൊടുത്തതാണ് ഇത്. കണ്ടോ, ഇതാ മാങ്ങ ഒന്നും ആയിട്ടില്ല കേട്ടോ, ഫ്രഷ് ആയിട്ടുണ്ട്, പഴുത്തിട്ടില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് പഴുക്കണമെങ്കിൽ 2 ദിവസം പുറത്ത് വെച്ചാൽ മതി കേട്ടോ, അപ്പോൾ പഴുക്കും. അപ്പോൾ ഇതാ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും മാങ്ങയൊക്കെ ഉണ്ടാകും, അവിടെ ഇവിടെയും വീണ് അണ്ണാനും തിന്നും. കുട്ടികളൊന്നും നാട്ടിലുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഓരോ മാങ്ങയൊക്കെ കൊടുക്കണമെങ്കിൽ, ഇനിയിപ്പോൾ അതുമല്ല, നമുക്ക് മാങ്ങാക്കാലം കഴിഞ്ഞാൽ മീൻകറിയിലൊക്കെ മാങ്ങ ഇട്ടൂടെ. അപ്പോൾ അതിനൊക്കെ ഇനി ഫ്രിഡ്ജ് അടച്ച് വെക്കുക. താങ്ക് യു.